ജയറാമിൻ്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണ് നമുക്കുള്ള, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഫേക്കായിട്ടുള്ള ആളാണ്. അത് ആ കാണിക്കുന്ന വിനയൊന്നും ശരിയല്ല. ഹസീബെ ജയറാമിനെ വിശ്വസിക്കരുതെന്ന് ഹസീബിനോടും ഹസീബിൻ്റെ ഭാര്യയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. പക്ഷെ അവൻ അന്ധമായിട്ട് ജയറാമിനെ വിശ്വസിച്ചു. കാളിദാസൻ്റെ സിനിമ വേറെ ആരോ ചെയ്ത പടമാണ്. അത് ഹസീബ് അവരിട്ടിട്ട് പോയത്, തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോയത്. അത് ഹസീബിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട്, തട്ടുകേട് വന്നാൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും, തന്നിരിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഹസീബ് ആ പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങി. എൻ്റെ ഭർത്താവ്, എൻ്റെ ഇളയ ബ്രദറും പറഞ്ഞു, ഹസീബെ പോയ പൈസ പോയി, ഇതിന് മുമ്പോട്ട് പോകരുത്, അത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും ജയറാമേട്ടനോട് ഞാനൊരു വാക്ക്, ജയറാമേട്ടൻ എൻ്റെ കൂടെയാണ്, എനിക്ക് ജയറാമേട്ടൻ ധൈര്യം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആ പടം പൂർത്തിയാക്കി. വലിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമ ഫ്ലോപ്പായിപ്പോയി. സാമ്പത്തിക ബാധ്യതകൾ വന്നു, അവൻ മാനസികമായിട്ട് തകർന്നു. പിന്നീട് അവന് സ്ട്രോക്ക് വന്നു. മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്.